ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രമായ തയ്യൽ മെഷീൻ്റെ ടീം മെമ്പേഴ്സാണ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഇതിലൊരു ഹൊറർ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ആ ഒരു പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ എന്താണ് ക്യാരക്ടറിനെ കുറിച്ച്? യെസ്, ഞാനാണ് പ്രേതം. അതിൽ പറയുന്ന ഒരു കമൻറ്റ് തൃശ്ശൂർ ഭാഷ പറയുന്ന ഗോസ്റ്റ് ആണെന്നുള്ളതൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അജഗജാനത്തിൻ്റെ റൈറ്ററാണ്. ആ ഒരു സിനിമ എഴുതിയാൽ നമുക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? എന്താണ്? ഇല്ല, അങ്ങനെ പ്ലാനിങ് ഉണ്ട്. ഒന്നും സ്റ്റാർട്ടിങ് ആയിട്ടില്ല, ഉണ്ടാവും. ഓക്കെ, ഗായത്രിനോട് പറയാനുള്ളത് വെച്ചാൽ പ്രണവ് മോഹൻലാലിന് ശേഷം ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടായിരുന്നു? യെസ്. ഈ തുറന്ന പറച്ചിലുകളില്ലേ, അത് വേണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? അപ്പോഴൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ അതിനുള്ള വിവേകം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദൈവം ഞാൻ എന്തൊക്കെയാ പറഞ്ഞേന്നാ. മലയാളത്തിൽ അവസരം കിട്ടാത്തതുകൊണ്ട് ആണ് അന്യഭാഷയിലോട്ട് പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ പറയാനുള്ള റീസൺ എന്തായിരുന്നു? അല്ലടോ, മലയാളത്തിൽ എനിക്ക് അത്രയും ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടൽ കുറവായിരുന്നു. അതുകൊണ്ട് എങ്ങനെ തോന്നുന്നതിന് കാരണം മലയാളത്തിനേക്കാൾ നല്ലതാണോ അല്ലെങ്കിൽ? വെൽക്കം ടു സെല്ലുലോയിഡ് ആൻഡ് ഇറ്റ്സ് മീ ദീപ്തി. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രമായ തയ്യൽ മെഷീൻ്റെ ടീം മെമ്പേഴ്സാണ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഈ ഒരു പേര് പോലും ഒരു വെറൈറ്റി ആയിട്ടൊരു പേരാണല്ലോ. മൂവി ഡയറക്ടറാണ്. എങ്ങനെയാണ് ഈ ഒരു പേരിലോട്ടെത്തിയത്? ഈ പേര് സിനിമയുടെ മെയിൻ കണ്ടന്റ് തയ്യൽ മെഷീൻ തന്നെയാണ്. അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേര് തയ്യൽ മെഷീൻ തന്നെയാണെന്ന് തോന്നി, അങ്ങനെ ആ പേരിലേക്ക് വരും. അതുപോലെ ഗായത്രിനെ കുറിച്ച് നോക്കുമ്പോൾ ഗായത്രി കുറേയേറെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഹൊറർ ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ആ ഒരു പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ ക്യാരക്ടറിനെ കുറിച്ച്? യെസ്, ഞാനാണ് പ്രേതം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു ആസ് എൻ ആക്ടർ നമുക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ആഗ്രഹം. അപ്പോൾ ദൈവഭാഗ്യം കൊണ്ട് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റി, ഒരു പ്രേതമായിട്ട് അഭിനയിക്കാൻ പറ്റി. അതുപോലെ കിച്ചു ചേട്ടൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ എനിക്ക് ഈ പോസ്റ്റർ കണ്ടപ്പോൾ ചേട്ടൻ തന്നെ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാര്യം അജഗജാന്തരത്തിൽ നിന്നും ഇതിലോട്ട് വരുന്ന സമയത്ത് എൻ്റർലി ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷനാണ്. എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എത്തിയത്? അങ്ങനെയല്ല, ഞാൻ വെയിറ്റ് ഒക്കെ കുറച്ചിരിക്കുന്ന സമയത്താണ് ഈ പടം വന്നത്. വേറൊരു മൂവി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടക്കാണ് തയ്യൽ മെഷീൻ എന്ന പടത്തിലേക്ക് വരുന്നത്. ഓക്കെ, ഇതിൽ എന്താ ക്യാരക്ടർ എന്താണ്? പോലീസാണ് അല്ലേ? അതുപോലെ പ്രേംചേട്ടൻ്റെ സെക്കൻഡ് മൂവിയാണല്ലേ? അപ്പോൾ ഈ മൂവിയിൽ എത്തിയത് എങ്ങനെയാണ്? മൂവി എന്താണ് ക്യാരക്ടർ വരുന്നത്? ഞാനും പോലീസാണ്. എത്തിയത് അനിയൻ തന്നെയാണല്ലോ ഡയറക്ടർ. ഫസ്റ്റ് മൂവി ചേട്ടനോടെ ആയിരുന്നു അല്ലേ? അനിയൻ ഡയറക്ടർ. എന്റെ നേരെ ജ്യേഷ്ഠനാണ്. അതെയോ? അപ്പോൾ വേഷം കൊടുത്തില്ലെങ്കിൽ അത് പറ്റില്ലാത്തതുകൊണ്ട് പിന്നെ എന്തായാലും കൊടുത്തല്ലേ പറ്റും. ഞാൻ അഭിനയിക്കാൻ നടക്കുകയാണ്. അപ്പൊ പുള്ളി ഡയറക്ട് ചെയ്യുന്നു, ചോദിച്ചു, അവസരം തന്നു. അവസരം കൊടുത്തത് നന്നായിട്ട് അഭിനയിച്ചോ? ഒരു 90% നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോരാട്ടം സംശയം തോന്നും. ചെറിയ തുടക്കമല്ലേ, അതിന്റെ ഉണ്ടാവും. ഇല്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ടാണ്. അതുപോലെ ചേട്ടൻ്റെ വെച്ചാൽ മൂവീസിന്റെ പേരൊക്കെ ഒരു വെറൈറ്റി പേരാണ്. ഫസ്റ്റ് മൂവി ആണെങ്കിലും ഒരു വെറൈറ്റി പേരാണ്. ആ പേര് പോലും എനിക്ക് പറയുന്നത് കൺഫ്യൂഷൻ ആണ്. അതാ ഞാൻ പേര് പറയുന്നത്. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്നാണ്. സെക്കൻഡ് മൂവി തയ്യൽ മെഷീൻ. ഈ പേരിങ്ങനെ സെലക്ട് ചെയ്യുന്ന എന്തെങ്കിലും പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ? ഒരു ക്ലിക്ക് ആവണം പേരില്ല. അത് ആദ്യത്തെ മൂവി എന്ന് പറയുമ്പോൾ നമ്മുടെ അത് ക്യാമറ മെയിൻ ഒരു നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ക്യാമറ എന്നൊരു കണ്ടന്റ് മെയിൻ സാധനം അതായിരുന്നു. ക്യാമറയിൽ കൂടി ഒരു 3 പ്രമാദമായ കേസ്, ഒരു ഫോട്ടോ, 3 പ്രമാദമായ കേസുകൾക്ക് വഴിത്തിരിവുണ്ടാവുന്നതായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ആ മെയിൻ എലമെന്റ് എന്താണോ അതിനെടുത്ത്, അപ്പൊ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. അപ്പൊ ആ ഒരു കണ്ടന്റിന് പറ്റിയ പേരായിട്ട് തോന്നിയതിട്ടു. ഈ സിനിമയിലേക്ക് വന്നപ്പോഴും ഏറ്റവും ഉചിതമായിട്ടുള്ള പേര് ഇത് തന്നെയാണ് തോന്നി. കാരണം ഈ സിനിമയുടെ എന്താ പറയുക, ഈ സിനിമയുടെ മെയിൻ കണ്ടന്റ് എല്ലാം പോകുന്നത് തയ്യൽ മെഷീൻ കൂടെയാണ്. അപ്പൊ അതിന് ആപ്റ്റായിട്ടുള്ള പേരെന്ന് വിചാരിച്ച് അത് തന്നെ ഫിക്സ് ചെയ്യാം. അതുപോലെ ഗായത്രി കമന്റ് ബോക്സ് ഒക്കെ നോക്കാറുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് തയ്യൽ മെഷീൻ വായിച്ചിട്ടുണ്ടായിരുന്നോ? കമന്റ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ പറയുന്നതിന് നേരെ വിപരീതമാണ്. ഞാൻ നോക്കിയിട്ടേ ഇല്ല. നോക്കാറില്ല? നോക്കാറില്ല. പക്ഷെ ഇതിന് മുമ്പത്തെ ഒരു ഇന്റർവ്യൂല് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഗായത്രി സ്വന്തമായിട്ട് ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട്. വീണന്റെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മാറ്റി. അത് ഓരോ സീസൺ അനുസരിച്ചാടോ. ചില സമയത്ത് നോക്കും, ചില സമയത്ത് നോക്കില്ല. അങ്ങനെ സീസൺ നോക്കാത്ത. അതുപോലെ കിച്ചേട്ടനെന്ന് വെച്ചാൽ അജഗജാനത്തിന്റെ റൈറ്ററാണ്. ആ ഒരു സിനിമ എഴുതിയാൽ നമുക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? എന്താണ്? ഇല്ല, അങ്ങനെ പ്ലാനിങ് ഉണ്ട്. ഒന്നും സ്റ്റാർട്ടിങ് ആയിട്ടില്ല, ഉണ്ടാവും. ഓക്കെ, ഓവറോൾ ഈ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിലും മൂവിയുടെ ക്യാരക്ടർ എന്താണ്? അതിനെക്കുറിച്ചൊരു ചെറിയ കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റില്ലേ? എന്താണ്? അല്ല, ഇതൊരു ചെറിയൊരു പടം, ചെറിയൊരു നാട്, ഒരു സ്റ്റേഷൻ, ഒരു വീട്, ഇതിലടങ്ങുന്നതാണ്
ഈ ഒരു പടം. അല്ല, ഞാൻ ചോദിക്കുമ്പോൾ ക്യാരക്ടർ അല്ലാതെ അതിൽ കൂടുതലൊന്നും നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലേക്ക് ആയി പോകും. ക്യാരക്ടർ എന്താണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് ഇത് വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളു ഈ പടത്തിൽ. പക്ഷെ ഇത് ഇവരെ കൂടാതെ വേറെ ആർട്ടിസ്റ്റുകൾ നമ്മൾ ഫെമിലി ഫ്രൈസ് വേറെ ഉണ്ട്. പക്ഷെ മെയിൻ ക്യാരക്ടേഴ്സ് ഈ ഒരു 4 പേരാണ്. ശ്രുതി ഉണ്ട് ഇതിനകത്ത്. ശ്രുതി ഇപ്പോൾ വന്നിട്ടില്ല, പക്ഷെ ശ്രുതി ഇതിനകത്തൊരു മെയിൻ ക്യാരക്ടറാണ്, കിച്ചുവിൻ്റെ വൈഫായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റിൽ പറഞ്ഞില്ലേ ഒരു CA ഓഫീസർ, അത് SI ആണ്. അപ്പോൾ അവരിൽ കൂടിയാണ് ഈ സബ്ജക്റ്റ് പോകുന്നത്. അതിനകത്ത് ഗായത്രി മെയിൻ പാർട്ടാണ്, ശ്രുതി പിന്നെ ഫാമിലി തന്നെയുള്ള ആളുകളായിരുന്നു. അപ്പോൾ ഓവറായിട്ട് ഇതിനെക്കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ട് കണ്ടന്റ് ബേസ് നോക്കുമ്പോൾ നമുക്കത് പുറത്തുവിടാൻ പറ്റില്ല. ഗായത്രിയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ഗായത്രി എൻ്റെ വൈഫ്, ഗോപിക എൻ്റെ വൈഫാണ് പ്രൊഡ്യൂസർ ഇതിൻ്റെ. അപ്പോൾ ഗായത്രി ലാസ്റ്റ് നിമിഷം വൈഫാണ് സജസ്റ്റ് ചെയ്തത്. കാരണം ഇങ്ങനൊരു ക്യാരക്ടർ പറഞ്ഞപ്പോഴത്തേക്കും ഗായത്രിയെ നമുക്ക് ചൂസ് ചെയ്യാം, വിളിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഗായത്രിയിലേക്ക് എത്തും. ഗായത്രി സബ്ജക്റ്റ് നമ്മൾ പറയുന്നു, ഗായത്രി അപ്പോൾ തന്നെ ഓക്കെ പറയുന്നു. പിന്നെ ആ ലാസ്റ്റ് അതൊരു എനിക്ക് തോന്നുന്ന മൂവി നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്യുന്നതിന് 10 days ബിഫോറൊക്കെയാണ് ഗായത്രിയിലേക്ക് എത്തുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ പ്ലാൻഡ് അല്ല, ഈ മൂവി പ്ലാൻഡ് അല്ല. ഈ മൂവി നമുക്കൊരു ഫാസ്റ്റ് ആയിട്ട് വന്നൊരു മൂവിയാണ്. അതങ്ങനെ സംഭവിച്ചു. പിന്നെ എന്താ കിച്ചേട്ടനെ കോൺടാക്ട് ചെയ്തു, കിച്ചേട്ടൻ സ്പോട്ടിൽ കിട്ടി, ഗായത്രി കിട്ടി. പിന്നെ ഫാമിലി തന്നെ ഒരാളിരുന്നു, പിന്നെ ശ്രുതിയും കൂടി കിച്ചേട്ടൻ വഴി കണക്ട് ചെയ്തതാണ്. അങ്ങനെ ഞങ്ങൾ ഫാസ്റ്റായിട്ട് മൂവി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ പരിപാടി തീരുകയും ചെയ്തു. അപ്പോൾ ഗായത്രി ലാസ്റ്റ് നിമിഷം വന്നതാണ്. പക്ഷെ നമുക്കത് എന്തുകൊണ്ടും നല്ലതായി നല്ലൊരു മികച്ച തീരുമാനമാണ്. വൈഫാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് വൈഫിനാണ് അതിൻ്റെ. അതുപോലെ ഗായത്രി എന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ അവസരം കിട്ടാത്തതുകൊണ്ട് ആണ് അന്യഭാഷയിലോട്ട് പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ പറയാനുള്ള റീസൺ എന്തായിരുന്നു? അല്ലടോ, മലയാളത്തിൽ എനിക്ക് അത്രയും ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടൽ കുറവായിരുന്നു. അന്യഭാഷയിൽ നിന്നാണ്, തെലുങ്കിൽ നിന്നാണ് എനിക്ക് നല്ല 3 ക്യാരക്ടേഴ്സ് കിട്ടി. 3 സിനിമയാണ് ഞാൻ തെലുങ്കിൽ ചെയ്തത്. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി ആദ്യം എനിക്കുണ്ടായിരുന്നു മലയാളത്തിൽ സിനിമ കിട്ടാത്തതുകൊണ്ട് അങ്ങോട്ട് പോണതാണ്. പക്ഷെ അവിടെ പോയി അഭിനയിക്കുമ്പോഴാണ് എല്ലാം അഭിനയമാണ്, എല്ലാ ഇൻഡസ്ട്രിയും നല്ലതാണ്. അവിടെയും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഇപ്പൊ എനിക്ക് ഒരു തെലുങ്ക് സിനിമ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, ഒന്നുകൂടി അങ്ങോട്ട് തിരിച്ചു പോകണമെന്ന്. മലയാളത്തിനേക്കാളും നല്ലതാണോ തെലുങ്ക്? അല്ല, അങ്ങനെയില്ല. മലയാളം നമുക്ക് തെളിയിക്കണം എന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ്. തെലുങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫെസിലിറ്റീസും കാര്യങ്ങളും സാമ്പത്തികമായിട്ടും നല്ലതാണ്. എനിക്ക് പിന്നെ ഹൈദരാബാദ് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയിട്ട് എൻ്റെ ഉള്ള താമസവും ആ ഒരു എൻറ്റയർ കോഴ്സ് ഓഫ് ഷൂട്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ എക്സ്പീരിയൻസ് അതിലൂടെ കടന്നു പോകാനൊക്കെ. ഇപ്പം മലയാളത്തിലും തെലുങ്കിലും ഷൂട്ട് ചെയ്യുമ്പോൾ സെറ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താ? മലയാളത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ലാംഗ്വേജ്, അതായത് എല്ലാവരും നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഫാമിലി പോലത്തെ ഇതാണല്ലോ മലയാളത്തില്. ഫ്രീഡം ഉണ്ട്. തെലുങ്കിൽ എങ്ങനെയാ വെച്ചാൽ കുറച്ചുകൂടി പ്രൊഫഷണൽ ആണ്. അവർ കുറച്ചുകൂടി ഓഫീസിൽ പോയി രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് അവരുടെ സ്കെഡ്യൂള്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. 6 മണി വരെ സ്കെഡ്യൂളുള്ളൂ. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 1-2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ നൈറ്റ് സ്കെഡ്യൂള്. നമ്മുടെ ഈ സെറ്റ് എങ്ങനെയായിരുന്നു? 7 മണിക്ക് ശേഷം ചെയ്യിപ്പിക്കാറുണ്ടോ ഷൂട്ടൊക്കെ? ഇല്ല, നമ്മുടെ 9 മണി വരെ ഉണ്ടായിരുന്നു മലയാളത്തിൽ. നമുക്കുണ്ടായിട്ടുള്ളൂ. പ്രേതം നോർമൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ എടുത്തു, അല്ലെങ്കിൽ ഷോർട്ട്? നമ്മൾ നോർമലി സിനിമ തീരുന്നതിനേക്കാൾ മുന്നേ 2 ദിവസം മുന്നേ തീർന്നു. കാരണം നമുക്ക് എല്ലാവരും കോപ്പറേറ്റ് ചെയ്തു നമ്മുടെ അടുത്ത്. എനിക്ക് തോന്നുന്നു 20 ദിവസം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത ഷൂട്ട് 17 ദിവസം കൊണ്ട് തീർന്നു. പിന്നെ 2 ദിവസം സോങ്ങിൻ്റെ വേറെ വന്നത്. ഞങ്ങൾ ഇവിടെയല്ല ഷൂട്ട് ചെയ്ത, കോതമംഗലം, തട്ടേക്കാട്, കുട്ടമ്പുഴ ഏരിയയിലൊക്കെ ഷൂട്ട് ചെയ്തത്. അതൊഴിച്ചാൽ നമ്മുടെ മൂവി കറക്റ്റ് ഷെഡ്യൂളായിരുന്നു. 20 days പ്ലാനിനാണ് 17 ദിവസം കൊണ്ട് കറക്റ്റ് തീർന്നു. അതുപോലെ ഗായത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ടൈം എയറിലൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഒരു നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ ഈ തുറന്നൊരു പറച്ചിലുകളില്ലേ, അത് വേണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? അപ്പോഴൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ അതിനുള്ള വിവേകം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദൈവമേ ഞാൻ എന്തൊക്കെയാ പറഞ്ഞെന്നാ ഞാൻ ആലോചിക്കണേ. എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ. പക്ഷെ എനിക്ക് പറഞ്ഞ പോലെ എപ്പോഴും എനിക്കൊരു ഫാമിലി പോലെയാണ് എല്ലാരും തോന്നുക. അപ്പോ എനിക്ക് അൺകണ്ടീഷണൽ ലവ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ എന്ത് ചെയ്താലും അങ്ങനെ എല്ലാവർക്കും അറിയും, അങ്ങനെ അല്ലാട്ടോ ഞാൻ പറയണേ. അറിയണ ആൾക്കാർക്കാണെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും അൺകണ്ടീഷണലി എനിക്ക് ലവ് കിട്ടിയിട്ടുണ്ട്. സോ അതാണ് എന്റെ പ്രചോദനം, എല്ലാത്തിലും ഇങ്ങനെ തുറന്നു പറയാൻ. ആൾക്കാരെ എനിക്ക് രസിപ്പിക്കണം, എനിക്ക് എന്റർടൈൻ ചെയ്യണം ആൾക്കാരെ. ഓക്കെ, അപ്പൊ ചേഞ്ച് വന്നു എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ ഒരു ചേഞ്ച് വരാൻ കാരണം? എന്താ അത്? നമ്മള്
വളരണേന്റെ കൂടെ ചേഞ്ചും വരില്ലടോ. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കരുത്. നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വസന്തൊക്കെ ആവും. വസന്ത് ഇപ്പൊ പറയൂലോ, വസന്തം. എന്നും ഒരേപോലെ ഇരിക്കില്ലല്ലോ, അതെ 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 അതെ. ഒരു മാറ്റമൊക്കെ വേണ്ടേ? അതെല്ലാത്തിലും വരുമല്ലോ, നമ്മുടെ ചിന്തകളിലായാലും. പിന്നെ നന്നാവണം എന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ പറയും വേണ്ട, എനിക്കിന്ന് നന്നാവണം. അതും കൂടി വരുമ്പോ അതിന് പക്ഷെ ഗായത്രി പണ്ടും മോശമായിരുന്നില്ലല്ലോ, നല്ല തന്നെ ആയിരുന്നില്ല. ഒരു സമയത്ത് നമ്മളെന്ന് വെച്ചാൽ പൊതുവെ ആരും തുറന്നു പറയാറുണ്ടല്ലോ, പക്ഷെ ആ സമയത്ത് ഗായത്രി ഭയങ്കര നിഷ്കളങ്കമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പോയിന്റ് എത്തിയ സമയത്ത് ഈ വെറുത്ത് കുട്ടിശങ്കറിനോട് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞ ഒരു സാധനം ഗായത്രിനോട് എല്ലാവർക്കും ഉണ്ടായിരുന്നത് അല്ലേ? ലാസ്റ്റത്തെ ആ ഒരു ഇന്റർവ്യൂസിലാണെങ്കിലും എല്ലാവർക്കും ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, അൺകണ്ടീഷണൽ ലവ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇപ്പൊ ഞാൻ എങ്ങനെയാണെങ്കിലും എന്നെ ഇഷ്ടമാണ് എന്നുള്ളൊരു അതെനിക്ക് ഭയങ്കര പ്രചോദനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആൾക്കാരെ എപ്പോഴും രസിപ്പിക്കണം എന്നൊക്കെ ഉള്ള. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഗായത്രി നല്ല എന്താ പറയാ, നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നല്ല എന്താണ്, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണുക. പിന്നെ ഭയങ്കര സെറ്റിലൊക്കെ എന്ന് വെച്ചാൽ നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് നമ്മളൊക്കെ വർക്ക് ചെയ്തത്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു, നെഗറ്റീവ് കമന്റ്സുകൾ മാത്രം വരുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയാം. ഈ പടം ഇറങ്ങുമ്പോൾ അത് മാറി വരട്ടെ. അതെ അതെ. അപ്പോൾ ഗായത്രിന്റെ ആ ഒരു നെഗറ്റീവ് ഇമേജ് മൂവിയിലോട്ട് എടുക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഗായത്രിയുടെ ഒരു നെഗറ്റീവ് വെച്ചിട്ട് നമ്മൾ ടെൻഷൻ പ്ലാൻ ചെയ്താൽ വേറെ ആർട്ടിസ്റ്റ് ഇപ്പൊ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റ് കേട്ടു, എല്ലാം കേട്ട് നമ്മൾ ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ വെച്ചാൽ ഒരു ആക്ട്രസ് നമുക്ക് ഡേറ്റ് ഒക്കെ തരണമല്ലോ. അപ്പൊ നമുക്ക് ഗായത്രിയായിട്ട് ഡിസ്കസ്, നമുക്ക് ഗായത്രി നമ്മുടെ സബ്ജക്റ്റിന് ഓക്കെയാണ്, ഫണ്ട് മുടക്കം നമ്മൾ തന്നെയാണ്. അപ്പോൾ ഗായത്രി ഓക്കെ ആണോ, ഗായത്രിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കത് വിഷയം തോന്നിയില്ല. നെഗറ്റീവുകളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണിക്കുക, അതിനെങ്ങനെ കൺസിഡർ ചെയ്യുക, അത് നെഗറ്റീവ് എടുക്കുന്നവരെങ്ങനെ എടുക്കുന്നുള്ള രണ്ടാമത്തെ കാര്യം. നമ്മളിപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക, അത്രയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ടെൻഷനല്ല, പേടി ഉണ്ടായിരുന്നു നമ്മളെ. പേടി എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊതുവേ ഗായത്രി തന്നെ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ളത് കൊണ്ട് പല ആൾക്കാരും ഇന്റർവ്യൂസ് മീൻസ് മൂവിയിലേക്ക് വിളിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ചോദിക്കാനുള്ള റീസൺ. ഇതൊക്കെ കേട്ടാണ് ഞാൻ പരിചയപ്പെടാൻ ചെന്നത്. പുള്ളിക്കാരി സെറ്റില് ഒരു അക്ഷരം പോലും മിണ്ടാത്തൊരു കുട്ടിയായിരുന്നു. ആക്ഷൻ പറയും മാത്രമേ ഡയലോഗ് പറയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മൗനവ്രതം. ഞാൻ മൗനവ്രതത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ആയിരിക്കില്ലല്ലോ അല്ലേ? അല്ല, ഇപ്പൊ ആ ഷൂട്ട് നടക്കുന്ന സമയത്ത് ആ ടൈമില് എനിക്ക് 10-15 ദിവസവും തന്നെ മൗനവ്രതം വരുന്നത്. എല്ലാവർക്കും ഞാൻ മിണ്ടണേനല്ലേ പ്രശ്നം. അതായത് എനിക്ക് ഇത്രയും ആൾക്കാരെ പറയുമ്പോ ഒന്നും തോന്നണില്ല. പിന്നെ ഹൊറർ മൂവി ചെയ്യുമ്പോഴത്തേക്ക് മൗനവ്രതം അങ്ങനെ സംസാരിക്കുന്നു. അല്ല, ഞാനെന്താ പറയുന്നത്, ഈ പോസ്റ്റർ ഇട്ട സമയത്ത് തന്നെ കമന്റ് ബോക്സിൽ തൃശ്ശൂർ ഭാഷ പറയുന്ന പോസ്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ഞാൻ ഫസ്റ്റ് ഒരു കമന്റ് കമന്റ്സ് ഒക്കെ നോക്കിയോ? നോക്കി അതിൽ പറയുന്ന ഒരു കമന്റ് തൃശ്ശൂർ ഭാഷ പറയുന്ന ഗോസ്റ്റ് ആണെന്നുള്ള ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അല്ലല്ല, തൃശ്ശൂർ ഭാഷ പറയുന്ന ഗോസ്റ്റ് അല്ല. പക്ഷെ ഞാനത് മാക്സിമം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ഡബില്. അതായത് ഡയലോഗ്സ് ഒരുപാടില്ല. നമുക്ക് ഹൊറർ അല്ലേ, അപ്പൊ ഈ ഗോസ്റ്റിന് അധികം സമയമില്ല പ്രേതത്തിന്. കുറച്ച് സമയത്തൊന്നും ഓരോ കാര്യങ്ങൾ ചേർത്ത് പോവാം. ഡയലോഗ്സ് വളരെ കുറവാണ്. ബ്യൂട്ടിഫുൾ തന്നെ ഗോസ്റ്റ് ആയിരിക്കും അല്ലേ? അതെ അതെ. താങ്ക് യു. പിന്നെ അതുപോലെ ഹിച്ചേട്ടൻ വെച്ചാൽ ഇതിന് മുമ്പ് പെപ്പേന്റെ കൂടെ അഭിനയിച്ചു, അതിൽ നിന്നും ഒരു വില്ലനായിട്ട് അഭിനയിച്ചു. പിന്നെ ഇതിലോട്ട് നോക്കുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേണി? എങ്ങനെയുണ്ട്? ഒന്നുമില്ല, രസമല്ലേ. ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ, നമ്മുടെ മനസ്സിന് സന്തോഷം. മൂവിയിലോട്ട് എത്തിയത് എങ്ങനെയായിരുന്നു? ഞാൻ അങ്കമാലി ഡയറക്ടർ ഓഡീഷൻ വഴി തന്നെ എത്തിയത്. ഓഡീഷൻ ത്രൂ തന്നെ. ഈ ഫീൽഡിൽ നിന്ന് പോകാൻ കുറച്ച് റിസ്ക് ആണോ? റിസ്ക് ഇല്ല. പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ടല്ലോ ഇതിന്. നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന്റെ പകരം വരെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഹാർഡ് വർക്കും വേണം. ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും പാട്. സിനിമയിൽ വരാൻ ഭയങ്കര എളുപ്പമാണ്. അല്ല, കിച്ചുവിന്റെ ഇപ്പൊ നമ്മുടെ 2-3 നമ്മുടെ അടുത്ത ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. ഒരു 10-40 സിനിമ എന്തായാലും ചെയ്തിട്ടുണ്ട്. ഞാൻ 10-33 സിനിമ ചെയ്തു. നമ്മുടെ സിനിമ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, ലീഡ് ക്യാരക്ടറാണെന്നുള്ളൂ. പക്ഷെ ഇതിനും കൂടുതൽ ഇഷ്ടംപോലെ സിനിമകൾ വരെ ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, ഇതിൽ ഈ പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഇടിയോ ബഹളോ അങ്ങനെയൊന്നുമില്ല. ഫാമിലി മാനാണ്. ആദ്യമായിട്ട് എനിക്കൊരു ഭാര്യയും കൊച്ചൊക്കെ ഉണ്ട്. പിന്നെ ശ്രുതി എനിക്ക് എൻ്റെ മൂന്നാമത്തെ പടത്തിലെങ്ങാണ്ട ഞാനും ശ്രുതി ഭർത്താവും ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. ശ്രുതി ജയനെ അങ്കമാലി തൊട്ടിട്ടുള്ള ബന്ധുവാണ് ഞങ്ങൾ തമ്മിൽ. ജോണി ആന്റണി അച്ഛൻ ക്യാരക്ടർ ചെയ്യുന്ന പോലെയാണ് തോന്നുന്നല്ലേ? ഓക്കെ. പിന്നെ ഞാൻ അതുപോലെ തന്നെ ചേട്ടന്റെ ബ്രദർ ആയതുകൊണ്ടാണ് ഈ ഒരു മൂവിയിലോട്ട് എടുത്തത്. ബ്രദർ ആയതുകൊണ്ടല്ല, നമ്മള് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫാമിലിയിൽ നിന്ന് നമുക്ക് ആ ഒരു ഇത് വരും ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ
അദ്ദേഹത്തിന് മറ്റൊരു ക്യാരക്ടർ വന്നപ്പോൾ പുള്ളി ചേട്ടന് കൊടുത്തു. നമുക്കല്ലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ മൂവി വന്നപ്പോഴും കൊടുത്തു. ഇപ്പൊ 2-3 മൂവി നമ്മൾ ചെയ്യുമ്പോൾ കൊടുക്കും, പിന്നെ കയറി വരേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ്. ബാക്കി പുള്ളി നോക്കിക്കോളാം. ഓക്കെ, അപ്പൊ ഈ മൂവിയിലോട്ട് വന്നത് കുറച്ച് ഞാൻ 2015 തൊട്ടിട്ട് അഭിനയിക്കാൻ വേണ്ടി നടക്കുന്നതാണ്. അനിയനറിയാം. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച പടം എന്ന് പറഞ്ഞാൽ കട്ടപ്പനയിലെ കൃഷ്ണ. അതിനകത്തൊരു ചെറിയ റോള് കിട്ടി. അപ്പൊ അതിനകത്ത് കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഭൂമിയിലെ മനോഹര സ്വകാര്യം, അങ്ങനെ കുറെ പടങ്ങളിൽ ചെറിയ ചെറിയ റോള്, 2 countries. ഈ അലച്ചിലായിരുന്നു ഇതൊക്കെ. ഞാൻ പലരുടെ അടുത്ത് ഇപ്പൊ ഈ കിച്ചു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ, കിച്ചു ചേട്ടനെ ഈ പടത്തിൽ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നീ ഞാൻ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നീ ചെയ്യടാ, ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ലിജോ ചേട്ടനെയൊക്കെ, ഈ കിച്ചേട്ടന് പറഞ്ഞ പോലെ ഞാൻ ലിജോ ചേട്ടനെ ഒരു ഞായറാഴ്ച ഒരു ദിവസം മാറി ഇരുന്നിട്ട് എൻ്റെ വണ്ടിയെ പോയിരുന്നിട്ട് വിളിക്കുന്ന 3 ഡയറക്ടർമാരുണ്ട്. ഒന്ന് ലിജോ ചേട്ടൻ, ഒന്ന് ദിലീഷ് പോത്തൻ ചേട്ടൻ, ഒന്ന് വിനയൻ സാർ. ഇതില് ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു വിനയം നില കേട്ടു. ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ലിജോ ചേട്ടൻ എൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കേൾക്കാൻ പോലും പുള്ളി തയ്യാറായിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം ഇത് മാത്രമാണ്, മോനെ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അസിസ്റ്റന്റുമാരോട് പറയും, അപ്പോൾ ആ ക്യാരക്ടറിന് ആപ്റ്റാണെങ്കിൽ വിളിക്കും. ഒരു ഒറ്റ സെക്കൻഡാണ് സംസാരിച്ചോളൂ. പിന്നെ ദിലീഷ് ചേട്ടനാണ്. ദിലീഷ് ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര സപ്പോർട്ടുള്ള ഒരാളാണ്. എനിക്ക് ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് എനിക്ക് തന്നെ റിപ്ലൈ തരും, നല്ലതാണ് നല്ലതെന്ന് പറയും, അങ്ങനെയൊക്കെ. വിനയൻ സാർ പിന്നെ എനിക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും എനിക്ക് പറ്റിയൊരു ക്യാരക്ടർ വരുമ്പോൾ തരാം എന്ന് പറഞ്ഞ് എനിക്ക് ഒരു പടത്തിൽ ഓക്കെ അടിച്ചതൊക്കെയാണ്. പിന്നെ ഒന്നും വിളിച്ചൊന്നുമില്ല, അത് പോയി. പിന്നെ അനിയൻ ഡയറക്ടറാണ്. പുള്ളി ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നു. അപ്പോൾ ഞാൻ ചാൻസ് ചോദിച്ചിട്ടോ, പറ്റുവാണെങ്കിൽ എനിക്ക് വരണം തന്നെ ഞാൻ അങ്ങനെ ചോദിച്ചു തന്നെ മേടിച്ച. ഇത് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ തന്നു. അപ്പൊ അത് ചെയ്യാൻ പറ്റുമെന്ന് പുള്ളിക്ക് തോന്നിയതുകൊണ്ടായിരിക്കും ചിലപ്പോ തന്നത്, എനിക്കറിയില്ല. പിന്നെ നമ്മള് ആഗ്രഹമല്ലേ, ആഗ്രഹത്തിന്റെ പിന്നെ നമ്മളങ്ങനെ ചേട്ടനെന്നുള്ള ഇതിലൊക്കെ ആ ഒരു അങ്ങനത്തെ റിലേഷൻ നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ല. സെറ്റിലൊക്കെ ഒരു ചേട്ടനൊന്നും ഉണ്ടായില്ല കേട്ടോ ഫാമിലി. നമ്മളത് ആ രീതിക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്തത് ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയാം. അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? അപ്പോൾ ഗായത്രിനോട് പറയാനുള്ളത് വെച്ചാൽ പ്രണവ് മോഹൻലാലിന് ശേഷം ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടായിരുന്നു? യെസ്. അങ്ങനെ ക്രഷല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ആരാധന തോന്നി. തെലുങ്കിലൊരു ആക്ടർ ഉണ്ട്, സിദ്ധു ജൊനാൽഗഡ എന്ന് പറഞ്ഞിട്ട്, അറിയോ ആളോട്? കിട്ടിയില്ലേ? അത് ആള് ഭയങ്കര നല്ല ആക്ടർ, ഭയങ്കര DJ ടില്ലു ഇല്ലേ, DJ ടില്ലു കേട്ടുണ്ടോ? DJ ടില്ലുവിൽ അഭിനയിച്ച ആള് ഭയങ്കര സ്വാഗും നല്ല ഒരു ആക്ടറാണ്. അതുകൊണ്ട് അല്ലാതെ വേറൊന്നല്ല. തോന്നാലോ? ഇതിന് മുന്നേ ഇപ്പൊ പറഞ്ഞില്ല തെലുങ്കിലോട്ട് വീണ്ടും പോയാൽ അത് ഇതുകൊണ്ടാണല്ലേ ഈ സിദ്ധു കാരണമാണത്. കിട്ടിയോ? പുള്ളിനെ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്ത് ചോദിക്കണം, കിട്ടിയോ? ഇങ്ങനെ കിട്ടിയതല്ല, അയ്യോ വിളിച്ചോന്ന് ഞാൻ ചോദിച്ചത്. നമ്മളിപ്പം പ്രണവ് മോഹൻലാലിന്റെ ആണെങ്കിൽ ഇന്നലെ ബർത്ത്ഡേ കഴിഞ്ഞ് വിഷ് ചെയ്തോ? എന്തിന് ഞാൻ എന്തിനു വിഷ് ചെയ്യണം? വിഷ് ചെയ്തില്ല? ഇല്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് വിഷ് ചെയ്യട്ടെ. അതല്ലേ? അല്ല ഇല്ല, എനിക്ക് പരിചയമില്ല പ്രണവിനെ, സോ വിഷ് ചെയ്തില്ല. ഓക്കെ, എന്റെ മൂവീസിന്റെ പേരുകൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊമോഷന്റെ ഭാഗം കൂടി ആയിട്ടാണ്, ഒരു രീതിയിൽ ഒരു പ്രൊമോഷനാണ് ആയിരിക്കാം. 100% എന്ന് പറയുന്നില്ല, പക്ഷെ വന്നു ചേരുന്നതാണ്. അതെ, നമ്മള് ആദ്യത്തെ മൂവിയുടെ പേരൊക്കെ ലാസ്റ്റ് സമയത്ത് വന്നായിരുന്നു. അത് നമ്മള് ഫസ്റ്റ് ആ മൂവിക്കിട്ട പേര് നിക്കോൺ ജോസ് എന്നായിരുന്നു. അത് നിക്കോൺ ക്യാമറ യൂസ് ചെയ്യുന്ന ഒരു പഴയകാല ക്യാമറമാൻ, നെഗറ്റീവ് ഫിലിം ഉപയോഗിച്ച് ജോസ് എന്ന് പറഞ്ഞത് നിക്കോൺ ജോസ്, അങ്ങനെയായിരുന്നു സിനിമയുടെ പേര്. പക്ഷെ ആ സിനിമ ചെയ്തു വന്നപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച നിക്കോണൊക്കെ കയ്യിൽ നിന്ന് പോയി, ജോസൊക്കെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ലാസ്റ്റിലോട്ട് വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും പേരിലേക്ക് വന്നിട്ട് അപ്പൊ കണ്ടിന്യൂസ് ആയി നോക്കി ലാസ്റ്റ് നിമിഷത്തേക്കും നിങ്ങൾ ക്യാമറ നിരീക്ഷണം എന്ന് പറഞ്ഞ പേരിലോട്ട് വന്നു. ശരിക്കും ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തും ടൈറ്റിൽ ചെയ്തും പോസ്റ്റർ ചെയ്തൊക്കെ വേറെ ഒരു പേര് അതൊക്കെ ചെയ്തതാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. ഈ പറഞ്ഞ പോലെ ഓടുന്ന പട്ടിക്ക് പോകുന്ന പോലെ അങ്ങ് പോകാൻ ഒരു അജഗജാന്തരം ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് ആ സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നത്, ആണോ? അതെ. ഫസ്റ്റ് ടൈം ആണ് ഇത് ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് ടൈം ആണ് ഇത് ഡിസ്കസ് ചെയ്തത്? അല്ല, ഞാൻ പറഞ്ഞു മടുത്തല്ലേ. റിയൽ ഇൻസിഡന്റ് ആണ്, ലൈഫിലുണ്ടായ ഒരു സംഭവമാണ്. ചേട്ടന്റെ ചുറ്റുവട്ടം നടന്ന കാര്യം അല്ല, ഞാൻ ഉണ്ടാക്കിയ കാര്യമാണ്. അതെ, ആ പടത്തില് പെപ്പയുടെ ക്യാരക്ടർ റിയൽ ലൈഫിൽ ഞാനായിരുന്നു. എൻ്റെ ക്യാരക്ടർ എൻ്റെ ഒരു ഫ്രണ്ട് ആനക്കാരനായിരുന്നു, നമ്പിയായിരുന്നു. എനിക്ക് ആനയുടെ പരിപാടി ആയിരുന്നല്ലോ ആദ്യമൊക്കെ, ഇപ്പോഴും. അപ്പം അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് അത്. സിനിമയ്ക്കുള്ളൊരു ത്രെഡ് ഉണ്ടെന്ന് തോന്നിയപ്പോൾ മറ്റു പല ഇൻസിഡൻ്റ് ഒക്കെ കൂടി ചേർത്ത് ഒരു സിനിമയാക്കി. പിന്നീട്
ഈ ഒരു പരിപാടിക്ക് പിന്നെയും പോയിട്ടുണ്ടോ? ഈ ഉത്സവത്തിനും കാര്യങ്ങളൊക്കെ പോവാറുണ്ട്? ഒരു സ്റ്റോറി പിന്നെ സെക്കൻഡ് പാർട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് ഇങ്ങനെ പോകുമ്പോഴല്ലേ. ആന എടുത്തിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുക. ആനയെ കാണുമ്പോഴാണ് ഹാപ്പിനെസ് ആവുക. അതെപ്പോഴും ഉണ്ടാവും. ഗായത്രി, ഫൈറ്റ് സീൻ എനിക്ക് ചെയ്യണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇത് ഞാൻ ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു സമയത്ത് ഗായത്രി എയറിലായത് ഒരു ഫൈറ്റ് സീൻ കൊണ്ടായിരുന്നു. എയറിലായിരുന്നു, ഒരു സാരി എടുത്തിട്ടുള്ള ഒരു സീനിന് അപ്പൊ ചെയ്യണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? റോപ്പ് സീനൊക്കെ ആയിരുന്നു. റോപ്പൊക്കെ ഇട്ട് ചെയ്താ? റോപ്പ് ഇട്ടിട്ടാ ചെയ്തേ. സമ്മതിക്കണ്ടേ? എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഫൈറ്റ് ചെയ്യാൻ പോവാണ് ഞാൻ ആദ്യമായിട്ട്. അതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കളരി കുറച്ച് പഠിച്ചു. അതിലിങ്ങനെ കളരി കുറച്ച് ചെയ്യുന്നുണ്ട്, അതും പഠിച്ചു. ഇനിയും എനിക്ക് ഫൈറ്റുകൾ ചെയ്യണമെന്നുണ്ട് സിനിമകളിൽ. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പോകണമെങ്കിൽ സ്ട്രഗ്ലിംഗ് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടോ? സ്ട്രഗ്ലിംഗ് എന്ന് വെച്ചാൽ നമ്മള് എവിടെയെങ്കിലുമൊക്കെ എത്തിയ ആൾക്കാരെ മതിയല്ലോ എല്ലാവർക്കും. ഇപ്പൊ നമ്മളെ പോലുള്ള പുതുമുഖങ്ങളൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് ചാൻസ് ചോദിക്കുന്ന ആള് തന്നെയാണ്. പിന്നെ ഇപ്പോഴാണ് ചാൻസ് ചോദിക്കലൊക്കെ കുറവ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് മനസ്സിലായതുകൊണ്ട്. എന്നാലും ഇങ്ങനെ പ്രമുഖരായിട്ടുള്ള ആളുകളോട് നമുക്ക് ചോദിക്കാൻ ഒരു ക്യൂരിയോസിറ്റിയാണ്. കാരണം കിട്ടിയാൽ ഒന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പൊ ഓഡീഷൻ ആയിട്ട് പോവാറില്ല? ഓഡീഷനും പോയിട്ടൊക്കെ ഉണ്ട്. പോയി നമ്മളങ്ങനെ കുറെ ഓഡീഷനൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി നമ്മൾ പോയിരുന്നു. പക്ഷെ അതുകൊണ്ട് എല്ലാം ജെനുവിനായിരിക്കില്ല. ഈ ചത്ത പച്ച എന്ന് പറഞ്ഞൊരു പടം ഇപ്പൊ വരുന്നുണ്ടല്ലോ, ആ പടത്തിന് പോലും ഞാൻ എന്നോടൊരു സാധനം അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പെർഫോം ചെയ്ത് അയച്ചു കൊടുത്തു. അവർ എന്നിട്ട് ആ ഗ്രൂപ്പിലിട്ടു. ആ ഗ്രൂപ്പിലിട്ടിട്ട് എനിക്ക് അതിന് അവരെന്തൊക്കെയോ കമന്റ് ഒക്കെ ഇട്ട് ഒക്കെ തന്നുണ്ട്. പക്ഷെ ആ പടത്തിന്റെ എന്റെ ഫൈനലായെന്ന് എനിക്ക് തോന്നുന്നു. ചില വലിയ കാര്യങ്ങളൊന്നും. അപ്പൊ എല്ലാവരും പ്രൊമോഷനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ കാസ്റ്റിംഗ് കോൾ എന്ന് പറയുന്നത് ഒരു രീതിയിൽ പ്രൊമോഷൻ മാത്രമാണെന്ന് തോന്നാറുണ്ട് ചില സമയങ്ങളിൽ. എല്ലാം ജെനുവിൻ ആയിട്ടൊന്നും എല്ലാം നടക്കുന്നില്ല. ചില പടങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ അങ്കമാലിയൊക്കെ പക്കയായിരുന്നു. ഞങ്ങൾ അതിനകത്ത് പോയാൽ മിക്കവരും തന്നെ സിനിമയിൽ വന്നില്ലേ. ചിലത് ഈ പറഞ്ഞിട്ട് പ്രൊമോഷന്റെ ഭാഗവും പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ട് ഒരു ഓഡിഷന്റെ ഇതിട്ട് കൊടുക്കും. പക്ഷെ എനിക്ക് പഴയ പോലെ ഇപ്പൊ ഓഡിഷൻ അങ്ങനെ ഇപ്പൊ ഗ്രൂപ്പ് എല്ലാവരും ഗ്രൂപ്പായിട്ടുള്ള സിനിമയാണ്. അല്ലാതെ പഴയ പോലെ അങ്ങനെ എല്ലാവരും ഗ്രൂപ്പായിട്ട് സിനിമ ചെയ്യുമൊക്കെ, സ്വന്തമായിട്ട് ഒരു ടീം ഉണ്ടാക്കി അങ്ങനെയൊക്കെ. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയ പടങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കുറെ സുഹൃത്തുക്കളെ കൂടിയിട്ടൊക്കെ ഒരുപാട് പടങ്ങൾ ചെയ്യും. ഇപ്പൊ പഴയതുപോലെ അത്രയും ഡിഫിക്കൽട്ടി അല്ലല്ലോ സിനിമയിലോട്ട് എത്തിപ്പെടുന്ന, അത്ര ഡിഫിക്കൽട്ടി അല്ലല്ലോ അല്ലെ? ആർക്കും വരെ ഇപ്പൊ സിനിമയില് നില നിൽക്കാനാ പാട്. വരാൻ ഭയങ്കര സുഖം. പക്ഷെ ഇപ്പോഴും വരാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിന്ന് പോകാൻ കുറച്ച് കഷ്ടപ്പെടാനാണ് പാട്. ബന്ധങ്ങൾ ഭയങ്കരമായിട്ട് വേണം. നമുക്ക് അടുത്തൊരു സിനിമ കഴിഞ്ഞ് അടുത്തൊരു സിനിമ വരാന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ, നിസ്സാരമല്ലാതെ. പിന്നെ പ്രത്യേകിച്ച് ഒരു വരുമാനം ഇല്ലാത്തൊരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ പുറം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് അതിനകത്തേക്ക് പോകാനും വരാനും നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളും. സിനിമയിൽ എന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന പിള്ളേർ, എന്നെ പോലെയൊക്കെയുള്ള ആൾക്കാർ. ഇപ്പൊ എൻ്റെ അനിയൻ 2 പടം ചെയ്തു. പുള്ളി ഡയറക്ടറാണ്, വൈഫ് പ്രൊഡ്യൂസറാണ്. അപ്പൊ എനിക്ക് ചിലപ്പോൾ അതൊരു ഈസി ആയിട്ട് തോന്നിയാലും എന്നെക്കാളും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഒരുപാട് പേരുണ്ട് സ്ട്രഗിൾ ചെയ്യുന്നു സിനിമയ്ക്ക് വേണ്ടി. ഗായത്രി ആണെങ്കിൽ ഒരു ബാങ്ക് ജോലി വിട്ടിട്ടാണ് സിനിമയിലോട്ട് എത്തിയത്. അപ്പോ സ്ട്രഗിളിംഗ് ഉണ്ടായിരുന്നു? എനിക്ക് സ്ട്രഗിളിംഗ് ഉണ്ടായിരുന്നില്ല, എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. ജമുന പേരിലൊക്കെ ശരിക്കും വളരെ ഈസി ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ആ സമയത്ത് മിസ് കേരള ടൈറ്റിൽ വിന്നർ ആയിരുന്നല്ലോ. അതെ, അല്ല ഈ പറയുന്ന പോലെ കുറെ സിനിമകൾ കഴിഞ്ഞ് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യണേക്കാട്ടും പെട്ടെന്ന് തന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തു. ഞാൻ അവിടുന്ന് താഴേക്ക് അങ്ങനെ പോയ ഒരാളാണ്. ഇവിടുന്ന് മുകളിലേക്ക് പോണവരും താഴേക്ക്, അത് ഞാൻ എടുത്ത് പറയുന്നില്ല, എന്നാലും പറയുകയാണ്. അത് മേളിലേക്കും കയറാം. എന്റെ ഒരു തന്നെ, അതായത് ഈ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി. അതായത് കയ്യിൽ കിട്ടിയതിന്റെ വാല്യൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയിക്കാനും ആക്ട്രസ് ആവണം എന്നായിരുന്നു പണ്ട് മുതലേ. അത് ഞാൻ അത്രയും സ്വപ്നം കണ്ട് കിട്ടിയ ഒരു സാധനം ഞാൻ മര്യാദയ്ക്ക് അതിനെ മാനേജ് ചെയ്തില്ല ഈ പറഞ്ഞ പോലെ. അതുകൊണ്ട് ഉണ്ടായ കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ സ്റ്റിൽ ഐ എം കമ്മിങ് ബാക്ക്. അപ്പൊ പഴയ ഗായത്രിയിൽ നിന്നും ഇന്നത്തേക്ക് ഗായത്രി എടുത്ത ചേഞ്ച് എന്തൊക്കെയാണ്? ഇപ്പൊ മൂവിയിൽ നിന്ന് പോകണമെങ്കിൽ ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യരുത് എന്നുള്ളൊരു ചേഞ്ച് ഉണ്ടാവില്ല, അതെന്തൊക്കെയാണ്? കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് നമ്മുടെ ആ ഒരു പ്രസൻസ് അറിയിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ കണക്ഷൻസ് ഒരുപാട് വേണം. അതായത് നമ്മൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരുപാട് ഫങ്ഷൻസിൽ പോയിട്ട് അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയൊക്കെ നമ്മുടെ പ്രസൻസ് അറിയിക്കാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യണം. ഹ്യൂമിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വിനയം
അത് ഉണ്ടാക്കി എടുത്തൊരു വിനയമല്ല, ശരിക്കുമുള്ള ഒരു. അതുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മുടെ പടത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ട് ഗായത്രി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗായത്രിയുടെ ഫ്രണ്ടിൽ കൂടെ ഒരാളിങ്ങനെ നടന്നു പോയപ്പോ ഗായത്രി പെട്ടെന്ന് എണീറ്റ് വന്നു. അത് ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് തരിക വിനിച്ചേട്ടൻ നടന്നു പോയപ്പോ ഗായത്രി പെട്ടെന്ന് ഇരുന്ന് നടന്നു. അന്നാണ് ശരിക്കും ഗായത്രിനെ കുറിച്ച് നമുക്കൊരു പക്ഷെ ഗായത്രി, അതായത് ഒരു ആളങ്ങ് എല്ലാവർക്കും കിട്ടുന്ന ചില ക്വാളിറ്റികളല്ലല്ലോ അതൊക്കെ. അപ്പൊ നമ്മളൊരു ആൾക്കാരെ ക്യാച്ച് ചെയ്യുന്ന അങ്ങനെയാന്ന് ഞാൻ പറയാം. ഞാൻ ഗായത്രിനെയൊക്കെ അങ്ങനെയാണ്. ഗായത്രി ഒരു കൊച്ചുകുട്ടി പോയാലും ഗായത്രി ചാടിയിട്ട്. അല്ല, ഗായത്രി പൊതുവെ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. കാരണം എന്താ വെച്ചാൽ ഞാൻ പല ഫംഗ്ഷനും പോകുമ്പോൾ ഗായത്രി ചില ക്ലിപ്സ് വീഡിയോസ് ഇറങ്ങാറുണ്ട്. അപ്പോൾ അതിൽ ഗായത്രി ഇപ്പോൾ ക്യാമറാമാനോടൊക്കെ പറയുന്ന രീതി കാണുമ്പോൾ വീട്ടിൽ അച്ഛനോടും അമ്മയോടൊക്കെ അത്രയും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന പോലെ ഗായത്രി സംസാരിക്കാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ ആവും ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ. പക്ഷെ അത് അത്രയും സോഫ്റ്റ് ആയിട്ട് ഗായത്രി അത് ഹാൻഡിൽ ചെയ്യുന്നത്. എന്താ അറിയില്ല, കുറച്ച് ആ ഒരു സമയത്ത് ഗായത്രിക്ക് അങ്ങനെയൊക്കെ ഒരു ഇൻസിഡന്റ് കൂടി കടന്നുവെങ്കിലും ഇപ്പൊ തന്നെ നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഷൈൻ ടോം ചാക്കോ അടുത്ത കാലത്ത് നമ്മൾ കണ്ട എല്ലാ ഇന്റർവ്യൂസും നോക്കി കഴിഞ്ഞാലേ അതെന്താ പറയുന്നതെന്ന് തന്നെ നമുക്ക് ഒരു ആങ്കർ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കൊടുക്കുന്നത് എന്താണ് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ കണ്ടോ ആ ഒരു ചേഞ്ച്. അത് ഞാൻ ഇപ്പൊ അടുത്ത് ലേറ്റസ്റ്റ് ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ എൻ്റെ തന്നെ ഡിഫറെന്റ് ആണ്. അദ്ദേഹം തന്നെ ആണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ചേഞ്ചസ് ആണ്. എല്ലാവരുടെയും ലൈഫിൽ ചേഞ്ചസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഗായത്രി ചിലപ്പോൾ അത് തിരിച്ചറിഞ്ഞുണ്ടാവും, തിരിച്ചറിവ് ഇപ്പൊ ഒരു മാറ്റം എനിക്ക് തോന്നുന്നു ഇപ്പൊ നന്നായിട്ട് മാറിയെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ കൊണ്ട് അന്ന് ഈ പരിചയപ്പെടുമ്പോഴേ പറഞ്ഞാൽ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരും തന്നെ നമുക്കൊന്നും അങ്ങനെ ഒരു ഫീലേ വന്നിട്ടില്ല. കാരണം വളരെ പോസിറ്റീവായിട്ട് തന്നെ വന്നിട്ടുള്ളൂ. അല്ല, ഗായത്രി മുന്നേ ഒരു പോസിറ്റീവ് തന്നെ ആയിരുന്നു, പക്ഷെ തുറന്നു പറയുന്നത് കുറച്ച് കൂടുതലായിരുന്നു ആ സമയത്ത്. ഭയങ്കരമായിട്ട് ആയിരുന്നല്ലേ? ഓക്കെ. അങ്ങനെ ശത്രുക്കൾ ഉണ്ടായിരുന്നു? ശത്രുക്കൾ ഉണ്ടായിട്ടില്ല എനിക്ക്. ശത്രുക്കൾ വളരെ കുറവാണ്. അങ്ങനെ ആരും മിത്രങ്ങളായിരിക്കും. അത് പക്ഷെ ശത്രുക്കളൊന്നും അല്ലല്ലോ. എന്തിനു ശത്രുത? അവര് വന്ന് കമന്റ് ചെയ്ത് പോണു. അതെ അതെ അതെ. ഫാൻസിൽ നിന്നും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ മൊമെന്റ് എന്താ ഗായത്രിക്ക്? എനിക്ക് സോഷ്യൽ മീഡിയയെക്കാളും നമ്മളെ ശരിക്കുള്ള ലൈഫിൽ ഉണ്ടാവില്ലേ, അത് എനിക്ക് ഭയങ്കര. ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുമ്പോ അവരുടെ കണ്ണിലെ സ്നേഹം ഉണ്ടല്ലോ, അത് ഭയങ്കര എനിക്ക് അപ്പൊ മനസ്സിലാവും എത്രത്തോളം നമ്മളെ ഇഷ്ടമുണ്ട് എന്നുള്ളത്. എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇപ്പം ഭയങ്കര ആരാധനയോടെ കണ്ട് സംസാരിച്ച് അങ്ങനെ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടായിരുന്നു? അയ്യോടോ, ഒരുപാട് ഉണ്ടാവാറുണ്ട്. എനിക്കങ്ങനെ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോഴേ പെട്ടെന്നാണ് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ സ്ട്രൈക്ക് ചെയ്യും. പക്ഷെ ഇപ്പൊ എനിക്കങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഉണ്ടായിട്ടുണ്ട് കുറെ. പിന്നെ മൂവി പ്രൊമോഷൻ വരുന്ന സമയത്ത് ഗായത്രിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുറന്ന പറച്ചിലുകൾ കുറച്ച് കുറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചാല് പല ഇന്റർവ്യൂസിലും ഗായത്രി തുറന്നു പറയുമ്പോൾ അമ്മയുടെ വായിൽ തെറി കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇന്റർവ്യൂക്ക് വരുന്ന സമയത്ത്? ഇല്ല, അമ്മയ്ക്ക് അറിയാം ഞാനിപ്പോ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത്. അമ്മയ്ക്ക് ഏകദേശം ബോധ്യമായി. കുറെ നാളൊന്നും എന്നെ വിശ്വസിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ പതുക്കെ വിശ്വസിച്ചു. ഇപ്പൊ അമ്മ ഒന്നും പറയാറില്ല. അങ്ങനെ കോൺഫിഡൻസിൽ പോയിട്ട് വാ മോളെ പറഞ്ഞേക്കാറുള്ളൂ. അതെ. ഓക്കെ. അപ്പോ ഈ ഒരു മൂവി നമ്മൾ കുറേ സമയം സംസാരിച്ചു. ഗായത്രിന്റെ തന്നെ കരിയറിൽ ഏറ്റവും ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രി ഒരു ചേഞ്ച് ആവട്ടെ മൂവി എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പ്രേംചേട്ടന് കുറേയേറെ നല്ല മൂവീസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ചേട്ടനും അതുപോലെ സക്സസ് ആവട്ടെ. അപ്പോൾ ഇത്രയും നേരം കുറേയേറെ വിശേഷങ്ങൾ ഷെയർ ചെയ്ത സ്ഥിതിക്ക് താങ്ക് യു സോ മച്ച്. അപ്പോൾ സക്സസ് ആയി പോകട്ടെ മൂവി. താങ്ക് യു.